ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ നമുക്കിപ്പോൾ ലിസ്റ്റിംഗ് എന്താണെന്ന് അറിയാം, ലിസ്റ്റിങ്ങിൻ്റെ കണ്ടീഷൻസ് അറിയാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ ലിസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി ചെയ്യേണ്ടത്. നമുക്ക് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫയലിംഗ് ലിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ. നമ്മുടെ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം എന്നൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, സോ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇതവിടെ ശ്രദ്ധിച്ചാൽ മതി. ആൻ ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം അലോങ് വിത്ത് ഇനീഷ്യൽ ഫീ ഓഫ് 7,500 ഈസ് സബ്മിറ്റഡ് ടു ദ ഗവേണിംഗ് ബോഡി ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യപ്രകാരം കൃത്യമായിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് 7,500 റുപ്പീസും അടച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗവേണിംഗ് ബോഡിക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. വെറുതെ വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതിയാൽ പോരാ. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇത്രയും ഡോക്യുമെൻറ്റ്സും കൂടെ വെച്ചിട്ട് വേണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം? ആദ്യം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ കമ്പനി സിൻസ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. കമ്പനി നിലവിൽ വന്നിടം മുതലുള്ള കമ്പനിയുടെ ചരിത്രം ഒന്ന് ബ്രീഫ് ചെയ്യുന്നൊരു ബ്രീഫ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും അറിയാമല്ലോ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഓരോ കോപ്പീസ് വെച്ചിരിക്കണം. പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി വേണം. ലെറ്റർ ഓഫ് ഓഫർ ഓർ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഷെയർ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി വെച്ചിരിക്കണം. അതായത് പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഷെയർ വേണമെന്നുള്ളവർക്ക് ഷെയർ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. പബ്ലിക്കിന് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ തരണ്ടേ, ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി വെക്കണം. അപ്പോൾ പ്രോസ്പെക്ടസ് വേണം, ലെറ്റർ ഓഫ് ഓഫർ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പേജ് വെക്കണം, ഷെയർ ആപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ നമ്മളെല്ലാവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ്, വെണ്ടർ, പ്രൊമോട്ടർ, അണ്ടർ റൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ്സിൻ്റെയും ഓരോ കോപ്പി വെച്ചിരിക്കണം. നെക്സ്റ്റ് ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെ എല്ലാം പർട്ടിക്കുലേഴ്സ്, എന്താണ് അതിൻ്റെ പ്രൈസ്, എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിരിക്കണം. ബ്രോക്കറുടെ കമ്മീഷൻ വെച്ചിരിക്കണം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനിൽ വെക്കണം. അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ ലിസ്റ്റിങ്ങിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. 7,500 രൂപയും കൂടെ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിന് അതിൻ്റേതായ ഫോർമാറ്റ് ഉണ്ട്, അതങ്ങനെ ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കമ്പനിയുടെ ബ്രീഫ് ഹിസ്റ്ററി, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കോപ്പി, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കോപ്പി, പ്രോസ്പെക്ടസ്, ഷെയർ ആപ്ലിക്കേഷൻ ഫോം, ഈ പറയുന്ന വെണ്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, ബ്രോക്കേഴ്സുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പീസ് വെക്കണം. ദെൻ ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും ഡീറ്റെയിൽസ്, അത് എത്ര രൂപയ്ക്കാണ്, കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ കമ്മീഷൻ ടു ബ്രോക്കർക്കുള്ള കമ്മീഷൻ്റെ കാര്യം വെക്കണം. അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പി. ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റിങ്ങിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് 2 ഫൈനൽ അപ്രൂവൽ ഫോർ ലിസ്റ്റിംഗ്. ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫൈനൽ അപ്രൂവൽ മേടിക്കണം. അവിടെ ഒരു ഡേറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്തെങ്കിലേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ ഈ പറയുന്നത്, പ്രൈമറി മാർക്കറ്റിൽ കമ്പനീസ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് ആൾക്കാരത് വാങ്ങി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ആവും. നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ, ആ ഇഷ്യൂവിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അതായത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസാന തീയതി കൊടുക്കും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കമ്പനി പ്രൈമറി മാർക്കറ്റിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്തു, എന്നിട്ട് ജനങ്ങളോട് പറയുകയാണ് വന്ന് വാങ്ങിക്കൊള്ളുക. പക്ഷേ അതിനൊരു ലാസ്റ്റ് ഡേറ്റ് കാണും. ആ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് വരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ആ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 70 ദിവസത്തിനകം ലിസ്റ്റിംഗ് നടത്തി അതിൻ്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം. നോക്കൂ, കമ്പനി പ്രൈമറി മാർക്കറ്റിലോട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. എന്നാ ഇഷ്യൂ ചെയ്യുന്നത്? ജനുവരി മാസം 1-ാം തീയതി. ജനുവരി മാസം 1-ാം തീയതി ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരു ലാസ്റ്റ് ഡേറ്റ് വെക്കും. ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഒരു മാർച്ച് 31 ഇരിക്കട്ടെ. മാർച്ച് 31 വരെ പബ്ലിക്കിന് ഈ ഷെയർ വാങ്ങാം. സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് മാർച്ച് 31 ക്ലോസ് ആവും. ഇവിടുന്ന് ഒരു 70 ദിവസം, അതായത് ഏപ്രിൽ ഒരു 30 ഉണ്ട്, മെയ് ഒരു 31 ഉണ്ട്, പിന്നെ ജൂണിൽ ഒരു 9 ദിവസം എടുക്കാം അല്ലേ. ജൂൺ 9-നകം ലിസ്റ്റിങ്ങിൻ്റെ ഫൈനൽ അപ്രൂവൽ ഈ കമ്പനിക്ക് കിട്ടണം. ജൂൺ 9 ഈ ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ജനുവരി 1-ാം തീയതി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. മാർച്ച് 31 വരെയാണ് പബ്ലിക്കിനത് വാങ്ങാനുള്ള അവസരം. മാർച്ച് 31 കഴിഞ്ഞ് 70 ദിവസം അല്ലേ, ജൂൺ 9 അല്ലേ, ജൂൺ 9-ന് മുൻപ് കമ്പനി ലിസ്റ്റിംഗ് പ്രൊസീജിയർ തീർത്തിരിക്കണം. അല്ലാത്ത പക്ഷം
ഈ കിട്ടിയ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും അതും ഇതും എല്ലാം അതിന് ശേഷമുള്ള 8 ദിവസം തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ 70 ദിവസത്തിനകം ലിസ്റ്റിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ +8 78-ാം ദിവസം ഈ കിട്ടിയ പൈസ മൊത്തം ആപ്ലിക്കേഷൻ മണിയായിട്ടും അലോട്ട്മെൻറ്റ്, അതായത് ഈ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവും. ഈ പ്രൈമറി മാർക്കറ്റിൽ നടന്ന ഈ പറയുന്ന ആക്ടിവിറ്റി മുഴുവനും ഇൻവാലിഡായി പോകും. ഇതാണ് ഫൈനൽ അപ്രൂവൽ എടുത്തതിനുള്ള കുഴപ്പം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് 70 ദിവസത്തിനകം അല്ല, നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് അത് ആൾക്കാർ വാങ്ങാനായിട്ടൊരു ലാസ്റ്റ് ഡേറ്റ് പറയൂടോ. ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 70 ദിവസത്തിനകം ലിസ്റ്റിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ 71-ാം ദിവസം തൊട്ട് 8 ദിവസത്തിനകം 70+8 78-ാം ദിവസത്തിനകം ഈ പൈസ മൊത്തം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതാണ് റൂളായിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് ലിസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ. ഫൈനൽ ആപ്ലിക്കേഷന് ഫയലിംഗ് ആപ്ലിക്കേഷൻ, നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക, ഡോക്യുമെൻ്റ് കാര്യമെല്ലാം പറയുന്നുണ്ട്, പിന്നെ ഫൈനൽ അപ്രൂവൽ എടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഓബ്ലിഗേഷനാണ്. നോക്കൂ, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് കുറച്ച് ബാധ്യതകളുണ്ട്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്ന കുറേ കാര്യങ്ങൾ കമ്പൾസറി ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നോട്ടിഫൈ ചെയ്യണം. അതായത് നമ്മുടെ കുറേ ഡീറ്റെയിൽസ്, കമ്പനിയുടെ കുറേ ഡീറ്റെയിൽസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പാസ് ചെയ്യപ്പെട്ടിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടത്? ടോപ്പിക്ക് മനസ്സിലാവുന്നുണ്ടോ? ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി ഇനി പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. എന്തൊക്കെ അറിയിക്കേണ്ടത്? ആദ്യം, the date of board meeting at which the declaration of dividend or the issue of right share or bonus share. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയോ റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയോ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയോ നമ്മളൊരു ബോർഡ് മീറ്റിംഗ് കൂടുന്ന ഡേറ്റ് എന്നാണെന്നുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. അതൊന്ന്. നെക്സ്റ്റ്, മാനേജീരിയൽ പേഴ്സണൽ, കമ്പനിയുടെ പ്രധാനപ്പെട്ട എംപ്ലോയീസ് ആരെങ്കിലും മാറുവാണെങ്കിൽ, മാനേജിംഗ് ഡയറക്ടറോ സിഇഒയോ അങ്ങനത്തെ പ്രധാനപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. ന്യൂ ഷെയറോ റൈറ്റ് ഷെയറോ ബോണസ് ഷെയറോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുവാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. എന്തായി ക്യാപിറ്റൽ സ്ട്രക്ചർ? ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും തമ്മിലുള്ള പ്രപ്പോർഷൻ, അതായത് ഈ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള പ്രപ്പോർഷൻ വല്ലതും മാറുവാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. പിന്നെ കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിൻ്റെ നേച്ചർ മാറുവാണെങ്കിൽ അത് അറിയിക്കണം. റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ. ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ വാങ്ങിയിട്ട് ഷെയറിൻ്റെ പൈസ അടയ്ക്കാതിരുന്നാൽ ആ ഷെയർ കമ്പനി തിരിച്ചെടുക്കും. ഞാൻ കമ്പനിയുടെ ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഷെയർ വാങ്ങി, പക്ഷേ ഈ ഷെയറിൻ്റെ പൈസ പിന്നീട് അടയ്ക്കുന്നില്ലെങ്കിൽ ആ കമ്പനി ആ ഷെയർ അങ്ങ് തിരിച്ചു പിടിക്കും. അതാണ് ഈ ഫോർഫീറ്റഡ് ഷെയർ. എന്നിട്ട് അത് വേറെ വല്ലവർക്കും ഇഷ്യൂ ചെയ്യും. അതാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ അത് അറിയിച്ചിരിക്കണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് എനി അതർ ഇൻഫർമേഷൻ നെസസറി ടു എനേബിൾ ദ ഷെയർ ഹോൾഡേഴ്സ് ടു അപ്രൈസ് ദ കമ്പനീസ് പൊസിഷൻ. കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി കമ്പനിയുടെ കറണ്ട് പൊസിഷൻ ഷെയർ ഹോൾഡേഴ്സിന് അറിയാനായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ വേണ്ടുന്നത് അതെല്ലാം തന്നെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. കൂടാതെ ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സുകളും കൂടെ, കമ്പനിയിൽ നടക്കുന്ന എല്ലാ സർക്കുലർ, നോട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസും സർക്കുലറും എല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് പാസ് ചെയ്യണം. കമ്പനി എടുക്കുന്ന എല്ലാ റെസൊല്യൂഷൻസും അറിയിക്കണം. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടോ ആനുവൽ റിപ്പോർട്ട് എല്ലാം തന്നെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കണം. ആനുവൽ റിട്ടേൺ ഓഫ് അറ്റ്ലീസ്റ്റ് ദ പ്രിൻസിപ്പൽ ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓരോ ടൈപ്പ് സെക്യൂരിറ്റിയും ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ആനുവൽ റിട്ടേണിൻ്റെ കോപ്പി. ചുരുക്കി പറഞ്ഞാൽ കമ്പനിയുടെ മിക്കവാറും എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കണം. ഇവിടെ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ടെന്ന് അറിയിച്ചുകൊണ്ടിരിക്കണം. ഇത്തരം ഡോക്യുമെൻറ്റുകൾ, ഈ ഡോക്യുമെൻറ്റുകളെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കോപ്പി കൊടുക്കേണ്ടി വരും. ഇതാണ് ലിസ്റ്റിംഗ് ഓബ്ലിഗേഷൻ. ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് ഇത്തരം ഒബ്ലിഗേഷൻസ് ഉണ്ട്. കമ്പനിയുടെ ജാതകം വരെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇതെല്ലാം തന്നെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പരിശോധിച്ചിട്ടേ നിങ്ങളുടെ സെക്യൂരിറ്റി ഓക്കെ ആണെങ്കിലേ ഇവിടെ ട്രേഡ് ചെയ്യത്തുള്ളൂ. മനസ്സിലായി? കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് സെക്യൂരിറ്റി ട്രേഡ് ചെയ്യാൻ കൊടുക്കുമ്പം കമ്പനിയുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നിയമപരമായിട്ട് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണ് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റും, കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അതാണ് ഓബ്ലിഗേഷൻ. അതൊരു ലിസ്റ്റിംഗ് ഓബ്ലിഗേഷനാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക് ആട്ടോ കഴിഞ്ഞത്. ലിസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറും എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടത്, ലിസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറും പഠിപ്പിച്ചു. പിന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് എന്താണ് ഒബ്ലിഗേഷൻ, ബാധ്യത, കടപ്പാട്.
ഓക്കെ, അപ്പം എന്താണ് ലിസ്റ്റിംഗ് എന്ന് പഠിച്ചു അല്ലേ? എന്താണ് ലിസ്റ്റിംഗ് എന്ന് പഠിച്ചു. ലിസ്റ്റിങ്ങിൻ്റെ കണ്ടീഷൻ, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണമെന്ന് പഠിച്ചു. പിന്നെ ലിസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ, ലിസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്പ്, പിന്നെ ലിസ്റ്റിംഗ് ഓബ്ലിഗേഷൻ, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് എന്തൊക്കെ ഓബ്ലിഗേഷൻ ഉണ്ട്, അവർ എന്തൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം.